സഞ്ജു വന്നതും ഇന്ത്യൻ ടീം സെറ്റായിരിക്കുകയാണ്. കോച്ച് ഗംഭീറിനെ കാര്യം പിടികിട്ടി. സഞ്ജു തന്നെയാണ് ഇന്ത്യയുടെ ഭാഗ്യചിഹ്നം. ഇനിയൊരിക്കലും സഞ്ജുവിനെ ടീമിൽ നിന്ന് ഒഴിവാക്കില്ല. സഞ്ജു വന്നപ്പോൾ അഭിഷേക് ശർമ്മയും ഫോമായി. ഈ ഒരു ഓപ്പണിംഗ് കുട്ടികെട്ടാണ് ഇന്ത്യൻ ആരാധകരും സ്വപ്നം കണ്ടത്. ഇപ്പോഴിതെന്ന് സിംബാബ്വെക്കെതിരെ ഇന്ത്യ മികച്ച വിജയം സ്വന്തമാക്കിയപ്പോൾ കോച്ച് ഗൗതം ഗംഭീർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ഇന്ന് 256 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം കോച്ച് ഗൗതം ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സഞ്ജു ടീമിലേക്ക് എത്തിയപ്പോൾ ടീം മൊത്തത്തിൽ സെറ്റായിരിക്കുകയാണ്. ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് ഞാൻ സ്വപ്നം കണ്ടത്. ഇപ്പോൾ ഇന്ത്യൻ ടീം നല്ല രീതിയിലാണ് കളിക്കുന്നത്. സഞ്ജുവും അഭിഷേക് ശർമ്മയും നല്ലൊരു സ്റ്റാർട്ടാണ് ഇന്ത്യക്ക് സമ്മാനിച്ചത്. ഇതുപോലെ എല്ലാ മാച്ചിലും നല്ലൊരു ഓപ്പണിംഗ് കിട്ടിയാൽ ഇന്ത്യൻ ടീമിന് മികച്ച സ്കോർ നേടാൻ സാധിക്കും. സഞ്ജുവിനെ ഞങ്ങൾ നേരത്തെ തന്നെ ഇറക്കേണ്ടതായിരുന്നു. സഞ്ജുവും അഭിഷേകുമാണ് നല്ലൊരു ഓപ്പണേഴ്സ്. അതുപോലെ ഇഷാൻ, സൂര്യ, പാണ്ഡ്യ എല്ലാവരും മികച്ച രീതിയിൽ ഇന്ന് കളിച്ചു. ഇതൊരു ടീം വർക്കിൻ്റെ വിജയമാണ്. ഇന്നത്തെ മാച്ച് ഞങ്ങൾക്ക് ഡു ഓർ ഡൈ മാച്ചായിരുന്നു. അതുകൊണ്ട് എല്ലാ താരങ്ങൾക്കും ഉപദേശങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനും സൂര്യയും ഒരുപാട് ആലോചിച്ചിട്ടാണ് ഇന്നത്തെ പ്ലേയിങ് 11 നിശ്ചയിച്ചത്. വിചാരിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ പദ്ധതികൾ വർക്കായി. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും അടുത്ത മാച്ചിൽ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ച് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ഞങ്ങൾ എത്തുമെന്ന് ഗൗതം ഗംഭീർ വ്യക്തമാക്കി. ഇനി ഒരിക്കലും സഞ്ജുവിനെ പ്ലേയിങ് 11 നിന്ന് മാറ്റില്ല. സഞ്ജു വന്നപ്പോഴാണ് ഇന്ത്യൻ ടീം സെറ്റായത്. ഇന്നത്തെ മത്സരം കണ്ടാൽ അതെല്ലാവർക്കും മനസ്സിലാകും. സഞ്ജുവിന് 24 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. പക്ഷേ നല്ലൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് രണ്ടുപേരും സൃഷ്ടിച്ചു. ഇനി ഇന്ത്യക്ക് ഒന്നും തന്നെ പേടിക്കാനില്ല. അടുത്ത മാച്ചിൽ ജയിക്കുക, സെമിയിൽ കയറുക. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.